അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് നമസ്കാരം. നമ്മളിന്ന് പെയ്യാടാണ് നിൽക്കുന്നത്. ഞാൻ ഇവിടെ കുറേ ഇൻസ്റ്റഗ്രാം ഇതിനകത്തൊക്കെ കണ്ടിട്ടുണ്ട്, അശോകൻ്റെ ചായക്കടയെന്ന് പറഞ്ഞുള്ളൊരു ഷോപ്പ്. ഞാൻ അങ്ങോട്ടാണ് പോകുന്നത്. ജസ്റ്റ് ഒന്ന് ഉച്ചയ്ക്ക് സമയം 1:21 ഇവിടെ നിന്ന് ഒരു 450 മീറ്ററേ ഉള്ളൂ. നമ്മൾ ഈ ലൊക്കേഷനും കൂടെ കാണിച്ചു തരാനാണ് ഞാൻ ഇപ്പോൾ ക്യാമറ ഓൺ ആക്കിയത് കേട്ടോ. സെറ്റ് സ്ഥലം. സാധാ ഇതുവഴിയല്ല, കുറച്ച് ബാക്കിലോട്ടാണ്, ഒരു 450 മീറ്ററാണ്. പക്ഷേ ഞാൻ ഈ പാലം കാണിച്ചു തരാനാണ് ഇവിടെ നിന്ന് റെക്കോർഡ് ചെയ്ത് തുടങ്ങാമെന്ന് വിചാരിച്ചു. പിന്നെ കുറേ തവണ ഇൻസ്റ്റഗ്രാമിലൊക്കെ കണ്ടിട്ടുണ്ട്, ഈ കുറേ ഹൈപ്പൊക്കെ കൊടുത്ത് ഇത്ര നല്ല കടയാണെന്നൊക്കെ പറയുന്നുണ്ട്. നമുക്ക് ഇന്നൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം എത്ര. എൻ്റെ ക്യാമറ ആംഗിൾ ശരിയാണോ എന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. ഒരു ചരിഞ്ഞൊക്കെ ഇരിക്കുന്നു. ഒരു നിമിഷം സെറ്റ് ചെയ്തു. ഇവിടുന്ന് 400 മീറ്ററേ ഉള്ളൂ. ഇവിടുന്ന് ഈ പാലം കഴിഞ്ഞ് ഒരു 400 മീറ്റർ കഴിയുമ്പോൾ നമുക്ക് ലൊക്കേഷനിലെത്താം. ആംഗിൾ കറക്റ്റാണോ എന്തോട്ടോ എൻ്റെ ക്യാമറ ഇരിക്കുന്ന. ഓക്കെ ആണെന്ന് വിശ്വസിക്കാം. ഓക്കെ ലെറ്റ്സ് ഗോ. ഞാൻ ഇത് ആദ്യമായിട്ടാണ് ഇതുവഴി വരുന്നത്. ആ വ്യൂ നോക്കിയാണ്. എന്ത് സെറ്റ് സ്ഥലമാണ് ഇത്. ഇവിടെ ഒരു ചായക്കട ഉണ്ടായിരുന്നെങ്കിൽ ഒരു തണലും ചായക്കടയും. സെറ്റ് സ്ഥലമായിരിക്കും. ഇവിടെ അധികം ആൾക്കാർ കൂടുക, അതാണ് ഒരു പ്രശ്നം. അശോകൻ്റെ ചായക്കട എവിടെ? ഇതാണ് കേട്ടാ. ഇതാണ് വണ്ടി ഇവിടെ എവിടെയെങ്കിലും ഒതുക്കി വെച്ചിട്ട് ബാക്കിയുള്ള കാര്യം. ഇവിടെ എന്താണ് ഇവിടെ വണ്ടി വെച്ച പണി കിട്ടുന്നുണ്ട്. ഇതേ അവൻ വണ്ടി എടുക്കുന്നുണ്ട്, അങ്ങോട്ടുണ്ട് വെച്ചു. ഏതെങ്കിലും ഒരു തണലുള്ള സ്ഥലം നോക്കി വെക്കും. ഇല്ല എന്താ മൂവിയാ? അവിടെ എന്തോ മൂവിയുടെ ഷൂട്ട് കിടക്കണം. നമ്മളിവിടെ ഈ ചായക്കടയിൽ കയറി കഴിച്ചിട്ട് പോകും. അപ്പോൾ ഈ കാണുന്നതാണ് ഇവിടുത്തെ മെനു. നിങ്ങൾക്ക് പോസ് ചെയ്തിട്ട് വേണമെങ്കിൽ ഇത് വായിച്ച് നോക്കാവുന്നതാണ്. ഇതാണ് ഇവിടുത്തെ ഐറ്റംസ് കാണിക്കുന്നത്. അങ്ങനെ ഭക്ഷണം എത്തിയിട്ടുണ്ട്. നമ്മൾ ഓർഡർ ചെയ്തിരുന്ന ഒരു ബിരിയാണിയും ബീഫ് റോസ്റ്റിൻ്റെ ഹാഫുമാണ്. പെറോട്ട ഇല്ല. നമ്മൾ ബീഫ് ബിരിയാണി ഓർഡർ ചെയ്തിരിക്കുന്നത്. അങ്ങനെ വണ്ടി കൊണ്ട് വെച്ചതെന്നല്ലേ. അപ്പോൾ ശരി. അപ്പം നമ്മളങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. ഇതാണ് കട. ഇവിടുന്ന് കഴിച്ച് ഇറങ്ങി. ഇവിടെ എന്തോ സീരിയലിൻ്റെ ഒരു ഷൂട്ടാണ് കേട്ടോ. ഏത് സീരിയലാണെന്ന് അറിയത്തില്ല, പക്ഷേ ഏതൊരു സീരിയലിൻ്റെ ഷൂട്ട്.
ഇത് ഫുഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കിപ്പം 170 രൂപയായി. ഞാൻ ഓർഡർ ചെയ്തത് പെറോട്ട ഇല്ലായിരുന്നു. പെറോട്ടയും ബീഫ് റോസ്റ്റുമാണ് ഓർഡർ ചെയ്യാനിരുന്നത്. ബട്ട് പെറോട്ട ഇല്ലാത്തത് കൊണ്ട് നമ്മളാണെങ്കിൽ ഒരു ബീഫ് ബിരിയാണിയും ഒരു ബീഫ് ഫ്രൈയുടെ ഹാഫുമാണ് ഓർഡർ ചെയ്തത്. ബീഫ് ഫ്രൈ ഹാഫ് ആവശ്യമില്ലായിരുന്നു, കാരണം ഓൾറെഡി ബീഫ് ബിരിയാണിയിലുണ്ടായിരുന്നു അത്. സോ എന്തായാലും പ്രശ്നമില്ല, നമ്മൾ ഓർഡർ ചെയ്ത് കുറച്ച് കഴിച്ച്. വില വരുന്നത് ഹാഫ് ബീഫ് റോസ്റ്റിന്, ബീഫ് ഫ്രൈക്ക് 60 രൂപയാണ്, ഫുള്ളിന് 110. പിന്നെ ബീഫ് ബിരിയാണിക്ക് വരുന്നത് 110 രൂപയാണ് ബീഫ് ബിരിയാണിക്ക് വരുന്നത്. സോ അതിൻ്റെ ഓൾറെഡി ഞാൻ ഒരു ഷോട്ട് എടുത്തിട്ടുണ്ട് അവിടുത്തെ മെനുവിൻ്റെ. സോ എല്ലാം കൂടെ എനിക്ക് വന്നത് 110ഉം 160ഉം 170 രൂപയാണ് ഇൻ ടോട്ടൽ വന്നത്, ഒരു ബീഫ് ബിരിയാണിക്കും പിന്നെ ഒരു ബീഫ് ഫ്രൈഡ് ഹാഫിനും കൂടെ. ഫുഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുഴപ്പമില്ല, എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ കുറച്ച് ഹൈജീൻ കുറവാണെന്നേ ഉള്ളൂ. വെള്ളം അവിടെ ഇല്ല, വെള്ളം ഒരു കുപ്പിക്കകത്ത് കൊണ്ട് വെച്ചേക്കണം, അത് ഞാൻ എടുത്തില്ല. എല്ലാവരും അതിനകത്തുനിന്ന് തന്നെ കുടിക്കുന്നതുകൊണ്ട് എനിക്കെന്തോ എടുക്കാൻ തോന്നിയില്ല, അത്ര ഹൈജീനായിട്ട് എനിക്ക് തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ വെള്ളം മാത്രം എടുത്തില്ല. പിന്നെ വാഴയിലയിലാണ് നമുക്ക് സെർവ് ചെയ്യുന്നത്. കഴിച്ചിട്ട് നമ്മൾ വാഴയില വെളിയിൽ വേസ്റ്റ് ബിന്നി കൊണ്ടിടണം, അതെനിക്കറിയത്തില്ലായിരുന്നു. ഞാൻ കഴിച്ചിട്ട് നേരെ വെളിയിൽ ഇറങ്ങിപ്പോയി. അപ്പോൾ ആൾ വന്ന് ഇത് വാഴയില വെളിയിൽ കൊണ്ട് കളയാൻ പറഞ്ഞു. സോ കഴിച്ച് കഴിഞ്ഞിട്ട് വാഴയില ഡസ്റ്റ്ബിന്നി കൊണ്ടിടാൻ മറക്കണം നിങ്ങൾ ഇങ്ങോട്ട് വരികയാണെങ്കിൽ. ഫുഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഔട്ട് ഓഫ് 10 എനിക്കൊരു 8 കൊടുക്കാം. കൊള്ളാം, നല്ല ഫുഡ് തന്നെ. പക്ഷേ എൻ്റെ ഇപ്പോഴത്തെ ഫേവറേറ്റ് ബീഫ് റോസ്റ്റ് എന്ന് പറയുന്ന കഴക്കൂട്ടത്തെ ലെയറായി. ഞാൻ വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ ഒരു ലാസ്റ്റിൽ ഞാൻ ഒരു വീഡിയോ ഇട്ടാക്കിയാണ്. 2 പെറോട്ടയും ബീഫ് റോസ്റ്റും കൂടെ 129 രൂപയ്ക്ക് ഞാൻ ഓൺലൈൻ വഴി ഓർഡർ ചെയ്ത് കഴിക്കാറുണ്ട്. അത് സൂപ്പർ ടേസ്റ്റാണ്. സോ ഇതും അതും കൂടെ കമ്പയർ ചെയ്ത് വരുമ്പോൾ എനിക്ക് കഴക്കൂട്ടത്തെ ലെയർ ഏവിയയിലെ ബീഫ് റോസ്റ്റാണ് ഇഷ്ടപ്പെട്ടത്. സോ ഇത് കൊള്ളാം. പക്ഷേ ഇത്രയും ദൂരം വന്ന് ഇത് കഴിക്കണമെന്ന് വെച്ചാൽ ഇത് കുറച്ച് ഓവർ ഹൈപ്ഡ് ആണെന്നേ പറയുള്ളൂ. ഇൻസ്റ്റാഗ്രാമിൽ ജസ്റ്റ് ചുമ്മാ ഓവർ ഹൈപ്പായിട്ട് ഇടുന്നതേ ഉള്ളൂ. അല്ലാതെ നിങ്ങൾ ഇവിടുത്തെ ആളാണെങ്കിൽ വന്ന് കഴിച്ചോ, വേർത്തിട്ടാണെന്ന് തന്നെ പറയാം. 110 രൂപയ്ക്ക് ബീഫ് ബിരിയാണി കിട്ടും. കൊള്ളാം, നല്ലൊരു വേർത്തിനാണെന്ന് തന്നെ പറയാം. 110 രൂപയ്ക്ക് കിട്ടുന്നത് കുഴപ്പമില്ലാണ്ട് ഒരു മുട്ട അതിനകത്ത് കിട്ടും, ഒരു ബീഫ് ബിരിയാണിക്കകത്ത്. സോ ഇതാണ് നമ്മുടെ ശ്രീജിത്തിൻ്റെ ചായക്കടയുടെ ഒരു വ്ളോഗായിരുന്നു ഇത്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സോ ഈ സ്ഥലം വരുന്നത് പെയ്യാടാണ്. പെയ്യാട് നിങ്ങൾ ശ്രീജിത്തിൻ്റെ ചായക്കടയെന്ന് ഇത് മാപ്പിലടിച്ചാൽ മതി, നിങ്ങൾക്ക് ഗൂഗിൾ മാപ്പിൽ കാണിക്കും. ഓക്കെ, അപ്പോൾ അത്ര തന്നെ. സോ ഇനി അടുത്തൊരു വീഡിയോയിലേക്ക് കാണാം.